2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിലെ ഗിബ്ബട്സ് അലൂമിമിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദിയാക്കപ്പെട്ട നേപ്പാളി വിദ്യാർത്ഥി ബിപിൻ ജോഷിയുടെ ജീവിതം ലോകമെമ്പാടുമുള്ള സംഘർഷ മേഖലകളിൽ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പ്രതീകമായി മാറി. ഒരു സാധാരണ വിദ്യാർത്ഥിയായി മെച്ചപ്പെട്ട ജീവിതം തേടി നാടുവിട്ട ആ യുവാവ് യുദ്ധത്തിന്റെ ഭീകരതയുടെ ഇരയായി മാറിയ കഥയാണിത്. 738 ദിവസത്തെ വേദന നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ 2025 ഒക്ടോബർ 13-ന് ജീവനോടെ മടങ്ങി വരുമെന്ന കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷയും അസ്തമിപ്പിച്ചുകൊണ്ട് ബിപിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രയേലിന് കൈമാറപ്പെട്ടു. നേപ്പാളിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള 23 വയസ്സുകാരനായ ബിപിൻ ജോഷി ലേൺ ആൻഡ് ഏൺ എന്ന കാർഷിക വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ഇസ്രയേലിലേക്ക് പോകുന്നത്. 2023 സെപ്റ്റംബറിൽ, അതായത് ആക്രമണം നടക്കുന്നതിന് ഏകദേശം 3 ആഴ്ച മുമ്പ് മാത്രമാണ് അദ്ദേഹം ഇസ്രയേലിൽ എത്തുന്നത്. ഗിബ്ബട്സ് അലൂമിമിലെ സിട്രസ് തോട്ടങ്ങളിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വീട്ടിൽ നിന്നും നേപ്പാളിന് പുറത്തേക്കുള്ള ബിപിന്റെ ആദ്യ യാത്രയായിരുന്നു ഇത്. തന്റെ കുടുംബത്തെ സഹായിക്കാനും മെച്ചപ്പെട്ട ഒരു ഭാവി കെട്ടിപ്പടുക്കാനും വേണ്ടിയുള്ള സ്വപ്നങ്ങളായിരുന്നു ആ യുവാവിന്റെ മനസ്സിൽ നിറയെ. ആഗ്രഹിച്ചതുപോലെ കഠിനാധ്വാനം ചെയ്ത് സാധാരണമായ ഒരു വിദ്യാർത്ഥി ജീവിതം നയിക്കുകയായിരുന്നു ബിപിൻ. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിനെ ഞെട്ടിച്ച ഹമാസിന്റെ ആക്രമണം നടക്കുമ്പോൾ മറ്റ് നേപ്പാളി വിദ്യാർത്ഥികളോടും തായ് തൊഴിലാളികളോടുമൊപ്പം ഗിബ്ബട്സ് അലൂമിമിൽ ഒരു സുരക്ഷിത മുറിയിൽ അഭയം തേടുകയായിരുന്നു ബിപിനും.